ഇതാണ് നമ്മുടെ വന്ദേ ഭാരതിൻ്റെ ട്രെയിന്. ഇവിടെ ജസ്റ്റ് ടോയ്ലറ്റ് പോകുമ്പോൾ ജസ്റ്റ് കൈ കൊണ്ട് ഞാൻ പ്രസ്സാക്കിയാൽ മതി. പ്രസ്സാക്കണ്ടെങ്കിൽ എന്നിട്ടൊരു വാഷ്റൂം സെറ്റപ്പ് എല്ലാം ഉണ്ട്. ഇവിടെയാണ് ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം. പുറത്ത് ഓട്ടോമാറ്റിക്കലി ഡോർ ക്ലോസ് ആകുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ തിരിച്ച് ജസ്റ്റ് പ്രസ്സാക്കിയാൽ അത് ഓട്ടോമാറ്റിക് ഓപ്പൺ ആകും. ഇതാണ് വൺ സെറ്റപ്പാണ്. ശേഷം കാസർഗോഡ് എത്താറായി. ആൾക്കാരെല്ലാം കുറവ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം ഞങ്ങൾ ഈ കോച്ചിൽ ഞാനും 2-3 ആൾക്കാരുണ്ട്. ഒരു 5 ആൾക്കാരോളം. പിന്നെ കുറച്ച് ട്രെയിൻ സ്റ്റാഫുകൾ അപ്പോൾ നടക്കുന്ന അത്ര തന്നെ. പിന്നെ ഫുഡെല്ലാം അടിപൊളിയാണ് കേട്ടോ. ഫുഡ് ഭയങ്കര ടേസ്റ്റി ഫുഡ്. മറ്റേ ട്രെയിന് പോലെ, മറ്റേ ട്രെയിനിൽ കിട്ടുന്ന പോലത്തെ അല്ല. പിന്നെ ഇത് ചേർക്കാറുള്ള ഗ്ലാസ് ഇതാണ് വണ്ടി വരുന്നത്. പിന്നെ സീറ്റ് ഇതെല്ലാം സെറ്റപ്പ് ഇങ്ങനെല്ലാം ഉണ്ട്. ആരുമില്ല ട്രെയിനിൽ. അടുത്ത സ്റ്റാപ്പ് കാസർഗോഡ് നമ്മൾ മാത്രമേ ഉള്ളൂ. 2-3 ആളുണ്ട്. ഫുൾ നഷ്ടത്തിലല്ല ഓടുന്നത്. നല്ല പൈസ കുറച്ച് പുറത്ത് ഇവിടുന്ന് ഞാൻ നോക്കുമ്പോഴേ നമ്മൾ കേരളത്തിൽ ഭയങ്കര വ്യൂ അല്ല. ഇത് ഏകദേശം ഫ്ലൈറ്റിൽ പോകുന്ന വ്യൂ. നമുക്ക് അത്ര കംഫർട്ട്. എയർ ഏഷ്യ ഫ്ലൈറ്റിൽ വരുമ്പോൾ, മലേഷ്യ ഫ്ലൈറ്റിൽ വരുമ്പോൾ അടുക്കും ഫ്ലൈറ്റ് കുറച്ച് ആടിക്കോണേ. ഇത് ഭയങ്കര എത്ര ദൂരം യാത്ര ചെയ്താലും അറിയുന്നില്ല. ഒരു ബസ് ക്ഷീണമാകുന്നില്ല. അങ്ങനത്തെ എല്ലാം. അപ്പോൾ ഓക്കെ, 88 സ്പീഡിലാണ് നമ്മൾ പോയിട്ടുണ്ട്. അടുത്തത് കാസർഗോഡ്. അടുത്തതായിട്ട് 87 സ്പീഡ്. കാസർഗോഡ് ലാസ്റ്റ് സ്റ്റോപ്പ്. അതിന് ശേഷം സ്റ്റോപ്പില്ല. സ്റ്റേഷൻ എൻഡ് സ്റ്റേഷൻ എൻഡ് അങ്ങനെ എന്താണെന്ന് വേണ്ടിയിട്ട് തിരുവനന്തപുരം ടു കാസർഗോഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ. ഓക്കെ.